عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നമുക്ക് നാളെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഇഖ്ലാസുള്ളതാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ അൽ ഫഖീഹ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച വളരെ മനോഹരമായ ഒരു കവിതയാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരിക്കുന്നത്. മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ എല്ലാവിധ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വഭാവവും അതുപോലെ തന്നെ അഖീദയും മൻഹജും വ്യക്തമാക്കുന്ന ഈ കവിത അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത് തൗഹീദിനെ സംബന്ധിച്ചായിരുന്നു, അഥവാ തൗഹീദുർ റുബൂബിയ അതുപോലെ തന്നെ തൗഹീദുൽ ഉലൂഹിയ, അതായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫലില്ലാഹി കുല്ലുൽ ഹംദി വൽ മജ്ദി വസ്സനാ ഫമിൻ അജ്ലി ദാ കുല്ലുൻ ഇലല്ലാഹി യഖ്സിദു. ഷെയ്ഖ് പറയുകയാണ്, ഫലില്ലാഹി കുല്ലുൽ ഹംദി വൽ മജ്ദി വസ്സനാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അതുപോലെ തന്നെ അവനെ വാഴ്ത്തലും പുകഴ്ത്തലുമെല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു. അതിനാൽ തന്നെയാകുന്നു എല്ലാവരും അള്ളാഹുവെ ഉദ്ദേശിച്ചുകൊണ്ട് അവനിലേക്ക് കീഴ്പ്പെടുന്നത് എന്ന് അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് പോലെ, അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ ചുരുങ്ങിയത് നിസ്കാരത്തിൽ 17 തവണ നമ്മൾ പറയുന്ന കാര്യമാകുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അതുപോലെ തന്നെ റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന വാക്കെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? റബ്ബന വലക്കൽ ഹംദ്, റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ തന്നെ 2 നൃത്തങ്ങളുണ്ട്. ഒരു റക്അത്തിൽ തന്നെ 2 നൃത്തങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? നമ്മൾ പാരായണ സമയത്ത് നിൽക്കുന്നത് ആദ്യത്തെ നൃത്തം. രണ്ടാമത്തേത് റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴുള്ള നൃത്തം. ഈ 2 നൃത്തത്തിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? സ്തുതിക്കുന്നുണ്ട്, അല്ലേ? ഒന്നാമത്തേത് ഏത് സന്ദർഭത്തിലാണ്? സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തേതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റബ്ബന വലക്കൽ ഹംദ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, അഹഖു മാ ഖാലൽ അബ്ദ്, ഒരടിമ ഹക്കായി പറഞ്ഞ ഏറ്റവും യോജിച്ച കാര്യമായി പറയുന്ന കാര്യമാകുന്നു അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹുവിനുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള നന്ദി പറയലാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. അള്ളാഹുവിനുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള നന്ദി പറച്ചലാണ് ഖുർആൻ പാരായണം എന്നുള്ളത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം. കാരണം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും പുകഴ്ത്തലും ഏറ്റവും നല്ല രൂപത്തിൽ വരുന്നത് ഖുർആനിലാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എന്ത് ചെയ്യുകയാണ്? പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, അവിടുത്തേക്ക് പുകഴ്ത്തി പറയുകയാണ്, അവനെ പുകഴ്ത്തി പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ അൽഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അൽഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ദിക്റു സിഫാത്തിൽ മഹ്മൂദി
മഅ ഹുബ്ബിഹി വ തഅദീമിഹി വ ഇജ്ലാലിഹി. ഇതിനാണ് അൽഹംദ് എന്ന് പറയുക. എന്താണ്? ദിക്റു സിഫാത്തിൽ മഹ്മൂദ്, അള്ളാഹുവിനുള്ള എല്ലാവിധ മഹ്മൂദായ സ്തുതിക്കപ്പെടേണ്ടതായ വാക്കുകൾ പറയുക എന്നുള്ളതാണ്. ഏത് രൂപത്തിലാണത് പറയേണ്ടത്? മഅ ഹുബ്ബിഹി, എങ്ങനെയായിരിക്കണം? ഇഷ്ടത്തോടു കൂടിയായിരിക്കണം, അല്ലേ? നമ്മൾ ചില ആളുകളെ എന്ത് ചെയ്തേക്കാം? പുകഴ്ത്തിയേക്കാം. പക്ഷെ നമ്മൾ ആ പുകഴ്ത്തുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? പലതും കിട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ യഥാർത്ഥത്തിൽ വെറുപ്പായിരിക്കും, പക്ഷേ പ്രകടമായി പുകഴ്ത്തുന്നുണ്ടാകാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമ്മൾ പുകഴ്ത്തേണ്ടത്? മഅ ഹുബ്ബിഹി, യഥാർത്ഥ വിധത്തിലുള്ള സ്നേഹത്തോടു കൂടിയായിരിക്കണം. വ തഅദീമിഹി, അതുപോലെ തന്നെ മഹത്വപ്പെടുത്തിയും. വ ഇജ്ലാലിഹി, അവനെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സ്തുതി പറയേണ്ടത്. ഇതാണ് ഹംദ് എന്ന് പറയുന്നത്. പുകഴ്ത്തേണ്ടത് ഈ രൂപത്തിലായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇതിലേതെങ്കിലും ഒന്നില്ലാതെയാണ് പറയുന്നതെങ്കിൽ അത് ഹംദാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ 3 കാര്യം, മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹത്തോടു കൂടിയും അങ്ങേയറ്റത്തെ പുകഴ്ത്തലോടു കൂടിയുമായിരിക്കണം, ഇഷ്ടത്തോടു കൂടിയായിരിക്കണം പുകഴ്ത്തേണ്ടത് എന്നുള്ളതാണ്. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. വെറുതെ നാവ് കൊണ്ട് മാത്രം പറയുക എന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, ഹംദ് പറയുക എന്നുള്ളത് അനുഗ്രഹം ലഭിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടായിരിക്കണം. ഹംദ് പറയുക എന്നുള്ളത് അത് അനുഗ്രഹം ലഭിച്ചാലും ഇല്ല എങ്കിലും എന്തുണ്ടാകണം? ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു മുഅ്മിൻ അവൻ പറയണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അല്ലേ? ചില ആളുകളോട് സുബ്ഹാനല്ലാഹ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി എന്താണ്? ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ അടുത്തുകൂടി അങ്ങനെ കേട്ടിരുന്നു. ഒരാളോട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോകുന്നു. അവിടെ നന്ദിയുടെ ഒരു വാക്ക് അവർ ഉച്ചരിക്കുന്നില്ല. മറിച്ച് ഒരു മുഅ്മിൻ എന്തായിരിക്കണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അവനെന്ത് പ്രയാസമുണ്ടായാലും അവനെന്ത് അനുഗ്രഹം ലഭിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണം. ഇനി സഹോദരങ്ങളെ, നല്ല മധുരമുള്ള ഒരു പാനീയം അത് കുടിച്ചാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. നമ്മൾ മറക്കാൻ പാടില്ല, കാരണം ഇത് നിഅമത്താണ്, അല്ലേ? പൊതുവെ പറയാറില്ലേ, ഒരു അനുഗ്രഹം അത് നഷ്ടമായാലാണ് അതിൻ്റെ വില മനസ്സിലാകുക എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ആ ഒരു അനുഭവം എന്താണ് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടായേക്കാം. പലരും നോമ്പുകാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ വെള്ളം, അതിൻ്റെ ആ ഒരു നിഅമത്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായേക്കാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മൾ തുമ്മിയാൽ പറയണം. എന്താണ് അതിനുള്ള കാരണം? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മൾ തുമ്മുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? കുലുങ്ങുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്, അല്ലേ? ആ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളൊക്കെ കുലുങ്ങുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് നേരെ അവസ്ഥയിലേക്ക് വീണ്ടും വരുമ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. സുബ്ഹാനല്ലാഹ്. ആ ഒരു അനക്കം അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് പലതിനും പല രോഗങ്ങളും വന്നേക്കാമെന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഇനി സഹോദരങ്ങൾ, നമുക്കൊരു ദുരിതം ബാധിച്ചാലോ നമ്മൾ എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്താണ് പറയേണ്ടത്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകനായ ഇബ്രാഹിം മരണപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. നമുക്ക് വലിയ പാഠമുള്ളൊരു വാക്കാണത്. എന്താണത്? അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മടിയിൽ ആ കുഞ്ഞുമകനിങ്ങനെ കിടക്കുകയാണ്, വേദന കൊണ്ട് പുളയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ കരവും പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയും പിടിച്ച് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടെ അടുക്കലേക്ക് പോയപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുകയാണ്? വേദന കൊണ്ടിങ്ങനെ പുളയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, അതബ്കി യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് കരയുകയാണോ? കുൻതും നഹൈത, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നമ്മളോട് റസൂലെ
അങ്ങ് വിലക്കിയ കാര്യമായിരുന്നില്ലേ കരയാതിരിക്കണമെന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിലക്കിയത് കരച്ചിലല്ല, മറിച്ച് സൗതാനി മൽഊനാൻ, എന്താണ്, രണ്ട് ശപിക്കപ്പെട്ട ശബ്ദത്തെയാണ് ഞാൻ എന്ത് ചെയ്തത്, വിലക്കിയത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൗതു മിസ്മാരിൻ ഇൻദ നിഅമ. എന്താണ് ഒന്നാമത്തേത്? നിഅമത്ത് ലഭിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന ശബ്ദം ഏതാണത്? നമുക്ക് പരിചയമുണ്ടാകും. അഥവാ ഇന്ന് കാലഘട്ടത്തിൽ ഇതാ കല്യാണം അതുപോലെയുള്ള നിഅമത്ത് ലഭിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണ്? അവരിതാ പാട്ടും അതുപോലെയുള്ള മ്യൂസിക്കുകളും കൊണ്ട് അവരവരുടെ ആഘോഷം അങ്ങേയറ്റം ഹറാമായ രൂപത്തിൽ കൊണ്ടാടുകയാണ്. ഇതാണ് ഒന്നാമത്തേത് റസൂൽ വിലക്കിയത്. രണ്ടാമത്തേതോ, മരണപ്പെടുന്ന സമയത്ത് ആളുകൾ മുഖത്തടിച്ചും അതുപോലെ ഉണ്ടാകുന്ന ആക്രോശങ്ങൾ, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഇന്ന് കാലത്ത് എത്ര കണ്ട് നമ്മൾ കാണുന്നുണ്ട്. അഥവാ കല്യാണത്തിൻ്റെ സമയത്ത് ഇതാ ആളുകൾ പണം കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, എന്താണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ലഹുൽ ഹദീസ്, പണം കൊടുത്ത് വാങ്ങുന്ന ആളുകളുണ്ട് എന്ന്. ഈ ആയത്തിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തബിഉ അൽ ഖൈനാതി വലാ തസ്തറുഹുൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ ഖൈനാത്തിനെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. എന്താണ് സഹോദരങ്ങളെ ഖൈനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പാട്ടുപാടുന്ന സ്ത്രീകളാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങിയത് ഇവരുടെ വിഷയത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. നോക്കൂ, പണ്ട് കാലത്ത് സ്ത്രീകളായിരുന്നു ഇതിൽ അറിയപ്പെട്ടിരുന്നത്. അഥവാ ഇങ്ങനെ പാട്ടുപാടുക, അഥവാ മ്യൂസിക്കോട് കൂടിയുള്ള സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങൾ ഒരുമിച്ചിട്ടുള്ള പാട്ടുകൾ പാടിയിരുന്നത് പണ്ട് കാലത്ത് ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. എന്നാൽ ഇന്ന് പുരുഷന്മാരാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഇതാ വ്യാപകമായി ഇങ്ങനെ കല്യാണ സദസ്സിലും അതുപോലെയുള്ള പരിപാടികളിലും അവരാണ് മുൻപന്തിയിലുള്ളത്. ആണത്തം നശിച്ചിരിക്കുന്നു, ഗൈറത്ത് അതില്ലാതായിരിക്കുന്നു. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുട്ടിയായ ഇബ്രാഹിം അവിടുന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? എന്തേ അള്ളാഹു എനിക്ക് മാത്രം ഇങ്ങനെ എന്നാണോ? അതല്ല, എൻ്റെ ഇത് ആൺമക്കളെല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എന്താണ് അള്ളാഹു എന്നോട് മാത്രം ഇങ്ങനെ എന്നാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഒരിക്കലുമല്ല. അവിടുന്ന് പറഞ്ഞ വാക്കുണ്ട്, എന്താണത്? ഇന്നൽ ഐന ലതദ്മഅ, തീർച്ചയായും കണ്ണുകൾ അത് ഈറനണിയുന്നുണ്ട്. വൽ ഖൽബ ലയഹ്സുൻ, അതുപോലെ തന്നെ എൻ്റെ ഹൃദയം വ്യസനത്തിലാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ റബ്ബിന് തൃപ്തിയുള്ള ഒരു വാക്കല്ലാതെ ഞാൻ പറയുകയില്ല എന്ന് സ്വന്തം കുഞ്ഞുമകൻ മരണപ്പെടുന്ന വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെക്കുറിച്ച് പറഞ്ഞത്? ഖിത്അതു കബ്ദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളോടുള്ള സ്നേഹം എത്രമാത്രമായിരിക്കും? എന്തിന്, ഒരു കൊച്ചു കുട്ടിയോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തോടെ കൂടിയാണ് പെരുമാറിയിരുന്നത്, നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സ്വന്തം മക്കളോട് എങ്ങനെയായിരിക്കും? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെടുമ്പോൾ റസൂൽ പറഞ്ഞ വാക്കിതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ ധാരാളമായി ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അത്രത്തോളം നിഅമത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നതോ തിന്മകളാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് അൽഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ, നിഅമത്ത് ലഭിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന വാക്ക് അത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഇനി സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല പിന്നീട് പറഞ്ഞത് സനാ ആണ്, അഥവാ ഹംദും സനാവും അള്ളാഹുവിനാകുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് സഹോദരങ്ങളെ സനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളത്തിൽ പുകഴ്ത്തൽ എന്ന് പറയാം. അറബിയിൽ ഉലമാക്കൾ പറഞ്ഞതായി കാണാം, തിക്റാറുൽ മഹാമിദ്, അള്ളാഹുവിൻ്റെ സ്തുതികൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ
അഥവാ അള്ളാഹുവിനുള്ള നല്ല നല്ല പേരുകൾ. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. എന്താണ് ഹദീസ്? അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരാണോ അത് ഇഹ്സാഹ് ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 99 ആണെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ്? അള്ളാഹ്ക്ക് 99 പേര് മാത്രമാണോ? അല്ല. എങ്ങനെയാണ് മറുപടി പറയാം? ഒരാൾ വന്ന് പറയാണ് ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് 99 പേരാണ്. അപ്പോൾ എങ്ങനെയാണ് മറുപടി കൊടുക്കുക? അള്ളാഹു പഠിപ്പിച്ചു തന്നത് 99 മാത്രമാണ്. പക്ഷെ ഖുർആനും ഹദീസും നോക്കിക്കഴിഞ്ഞാൽ 99 കൂടുതലുണ്ട്. അതായത് എളുപ്പമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞതായി കാണാം. ഉദാഹരണത്തിന് പറയുകയാണ്, എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. ആ 500 രൂപ ഞാൻ സദഖക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ആ 500 മാത്രമാണ് എന്നർത്ഥം കിട്ടുമോ? കിട്ടില്ല. മറിച്ച് ആ 500 രൂപ സദഖക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് എന്നേ അർത്ഥം കിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനിയും പണമുണ്ടാകും എന്ന ആ ഒരു അർത്ഥമേ കിട്ടുള്ളൂ. അതുപോലെയാണ് ആരെങ്കിലും 99 നാമങ്ങൾ പഠിച്ചാൽ അവന് സ്വർഗം ലഭിക്കും. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹ്ക്ക് 99 നാമം മാത്രമാണ് എന്നാണോ? അല്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല വളരെ മനോഹരമായി ഇതിൽ പറഞ്ഞതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, തിക്റാറു സിഫാത്തിൽ മഹ്മൂദ്, അള്ളാഹുവിനുള്ള ഈ നാമങ്ങൾ, നല്ല നല്ല നാമങ്ങൾ, അത് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് സനാ എന്ന് പറഞ്ഞാൽ, അഥവാ റഹ്മാൻ അർ റഹീം അങ്ങനെ പറയുക എന്നുള്ളതാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത് അൽ മജിദ് എന്നാണ്. എന്താണ് മജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണക്കില്ലാത്ത മഹത്വമുള്ളവൻ എന്നർത്ഥം. കണക്കില്ലാത്ത മഹത്വമുള്ളവൻ എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് മജിദിനെ പറ്റി, അല്ലെങ്കിൽ മജീദ്, അതിനെ പറ്റിയുള്ള വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത വരികളിൽ വരും. ഇനി സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ 3 കാര്യവും എവിടെ പറയുന്നുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. എന്താണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്തു പറയും? ഹമിദനി അബ്ദി എന്ന് പറയും. അർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ന അലയ്യ അബ്ദി എന്ന് അള്ളാഹു പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മജ്ജദനി അബ്ദി എന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഷെയ്ഖിൻ്റെ ഫിഖ്ഹിനെയാണ് ഇത് അറിയിക്കുന്നത്. അഥവാ എത്രത്തോളം അവിടുന്ന് റഹിമഹുല്ലാ ഇൽമുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ വരികൾ രചിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ഈ 3 കാര്യം പറയുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. 3 കാര്യങ്ങളും സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ധാരാളം നൽകുകയും നമ്മിൽ നിന്ന് വളരെ വിരളമായ കാര്യം ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അൽഹംദുലില്ലാ. അതുപോലെ ധാരാളം നാമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? അവിടുന്ന് പറയുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇല റഹ്മാൻ. മനോഹരമായ ഒരു ഹദീസാണ്. എന്താണത്? കലിമതാനി ഖഫീഫതാൻ, 2 എളുപ്പമുള്ള ലഘുവായ വാക്കുകൾ. എന്നാൽ അത് ലഘുവായ വാക്കാണെന്ന് കരുതി ചെറുതല്ല, മറിച്ച് സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അത് വളരെ കനം തൂങ്ങിയതാണ്. ഏതാണ് ആ 2? മാത്രമല്ല ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് അത് വളരെ ഇഷ്ടമുള്ള വാക്കാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നോക്കൂ സഹോദരങ്ങൾ, എത്ര എളുപ്പമാണ് ഇത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണം. അള്ളാഹു എന്ന് വെച്ചാൽ വളരെ ഔദാര്യവാനാണ്, എന്നാൽ നമ്മളാകട്ടെ വളരെ പിശുക്കന്മാരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതോ വളരെ ചെറിയ തോതിലുള്ള കാര്യങ്ങളാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ സത്യസന്ധമായി ആലോചിക്കേണ്ടതുണ്ട്. ഇതാ നമ്മൾ ളുഹറിൻ്റെ സമയം കഴിഞ്ഞ് ഈ സമയം വരെ ആയിട്ട് അള്ളാഹുവിനോട് എത്ര സ്തുതിയുടെ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക.
ഈ സമയം വരെ ആയിട്ടും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാ ശീതീകരിച്ച മുറിയിലാണ്, ശീതീകരിച്ച പള്ളിയിലാണ് നമ്മളുള്ളത്. നമ്മളിതാ നടന്നു വന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തായ ഒരു വണ്ടിയിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ എഴുന്നേറ്റത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ നിഅമത്തായ ആഫിയത്തോടു കൂടി. നമുക്ക് ലഭിക്കുന്നത് ഇതാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മിൽ എത്ര പേർ അള്ളാഹുവോട് ഹംദുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഹംദുകളാണ് നമ്മൾ പറഞ്ഞത് എന്ന് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം, ആലോചിക്കേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, നമുക്ക് എത്ര ഒഴിവ് സമയം ലഭിക്കുന്നുണ്ട്. ഇതാ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ധാരാളം സമയം ലഭിച്ചേക്കാം. നമ്മൾ പറയുക അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? ദിക്റ് ചെല്ലാൻ വുളൂഇൻ്റെ ആവശ്യമില്ല, വുളൂ നിർബന്ധമില്ല, പ്രത്യേകമായ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല, ഇന്ന സ്ഥലത്ത് പോയി പറയണമെന്നില്ല. എളുപ്പത്തിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹുവിനുള്ള ദിക്റുകൾ എന്നുള്ളത്, അള്ളാഹുവിനുള്ള അദ്കാറുകൾ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരുവൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, പാഴായി പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാഹുവിനുള്ള ദിക്റുകൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു സഹാബി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വ്യാപകമായിരിക്കുകയാണ്, പല നിയമങ്ങളും വന്നിരിക്കുകയാണ്. എനിക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുന്ന ഒരു അമൽ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? നിൻ്റെ നാവ് അള്ളാഹുവിനുള്ള ദിക്റിനാൽ പച്ച പിടിച്ചതായിരിക്കട്ടെ എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ഓരോ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ശൈഖ് റഹിമഹുല്ലാ അവിടുന്ന് ഈ ഹംദും അതുപോലെയുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു മഹത്വം വിളിച്ചോതുന്ന വരിയാണ് പിന്നീട് പറയുന്നത്. എന്താണത്? തുസബ്ബിഹുൽ അംലാകു വൽ അർളു വസ്സമാ വകുല്ലു ജമീഇൽ ഖൽഖി ഹഖ്ഖൻ വതഹ്മദു. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് പറയുന്നത്? തുസബ്ബിഹുൽ അംലാകു വൽ അർളു വസ്സമാ, ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം തന്നെ അള്ളാഹുവെ സ്തുതിക്കുന്നുണ്ട്. അവയിലുള്ളതെല്ലാം തന്നെ, എല്ലാ സൃഷ്ടികളും അതുപോലെ തന്നെ ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. വകുല്ലു ജമീഇൽ ഖൽഖി ഹഖ്ഖൻ വതഹ്മദു, അത് ഹക്കായി കൊണ്ടാണ് അവരെല്ലാവരും തന്നെ ആ ഹംദ് പറയുന്നത്, അല്ലെങ്കിൽ തസ്ബീഹ് പറയുന്നത് എന്നുള്ളതാണ് ശൈഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവനെ തസ്ബീഹ് ചെയ്യുന്നു, അവനെ പരിശുദ്ധപ്പെടുത്തുന്നു. ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള തെളിവുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കല്ലുകളും മലകളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, കല്ലുകളും മലകളും പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് സഹാബിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നിരുന്ന ഒരു മരത്തടി, അതിൻ്റെ തേങ്ങിക്കരച്ചൽ സഹാബിമാർ കേട്ടത്. സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതിയതായി എന്തുണ്ടായി? ഒരു മിമ്പർ ഉണ്ടാക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രസംഗിക്കാൻ വേണ്ടി പുതിയൊരു മിമ്പർ അത് ഉണ്ടാക്കപ്പെട്ടപ്പോൾ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നിരുന്നത് ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ തടിയുടെ മേലായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ആ മരത്തടി തേങ്ങലിട്ട് കരയുന്നത് സഹാബിമാർ കേട്ടു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു മരത്തടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിൽ, അല്ലെങ്കിൽ റസൂലിദാ എന്നെ വിട്ട് പിരിയുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു മരത്തടി കരഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലിൽ വ്യസനിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നഷ്ടമായതിൽ അതാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഇത് സഹാബിമാരെല്ലാവരും കേൾക്കുകയുണ്ടായി, ഈ മരത്തിൻ്റെ ആ ഒരു ഏങ്ങലടി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഉഹദിന് മുകളിൽ കയറിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർ 3 പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉഹദ് മല എന്ത് ചെയ്യുകയാണ്? പ്രകമ്പനം കൊള്ളുകയാണ്. ഉഹദ് മല പെട്ടെന്ന് പ്രകമ്പനം കൊള്ളുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, അല്ലേ ഉഹദേ, നീ അടങ്ങിയിരിക്കൂ, അല്ലെങ്കിൽ നീ സ്ഥിരതയോടെ നിൽക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുകയാണ്? അതിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഉഹദുൻ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബു. എന്താണ് ഈ ഉഹദ് മല എന്നുള്ളത്? ഒരു മലയാണ്, അത് നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഒരു ഫായിദ എന്നുള്ള നിലയ്ക്ക് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നമുക്കൊരപകടം പറ്റിയാൽ ആ സ്ഥലത്തെ വെറുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാകുന്നു. അല്ലേ? ചില ആളുകൾ പറയുന്നതായി കാണാം, എന്താണ്, ഒരു വഴിയിലൂടെ പോകുമ്പോൾ അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആവുകയോ അല്ലെങ്കിൽ അതുപോലെ തട്ടുകയോ ചെയ്താൽ അവർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, എന്ത്, ഈ വഴി എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താ കാരണം? ഒരു ദിവസം ഞാനിങ്ങനെ വരുമ്പോൾ ഇവിടെ വെച്ചായിരുന്നു എൻ്റെ വണ്ടി തട്ടിയത്, അതുകൊണ്ട് ഈ സ്ഥലം എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. മാത്രവുമല്ല, ചില ആളുകൾ ആ വഴിയിലൂടെ പിന്നീട് സഞ്ചരിക്കാത്ത ആളുകളുണ്ട്, ആ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ വിശ്വാസമുള്ളതുണ്ട്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അപകടം പറ്റുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ശകുനം നോക്കൽ നമുക്ക് പാടില്ലാത്തതാകുന്നു. ഈ രൂപത്തിലുള്ള ശകുനം നോക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദിൽ വെച്ച് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി, അവിടുത്തെ തേറ്റപ്പല്ല് അവിടുന്ന് പൊട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, പല സഹാബിമാർക്കും അങ്ങേയറ്റത്തെ പരിക്ക് പറ്റിയ സ്ഥലമായിരുന്നു ഉഹദ് എന്നുള്ളത് നമുക്കറിയാം. ഉഹദ് യുദ്ധത്തിൽ പല സഹാബിമാർക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അതറിയാതെ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റി. ചില സഹാബിമാർ ഉഹദിൽ നിന്ന്, മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും എന്ത് ചെയ്യുകയാണ്? ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, എന്ന് ഉണ്ടായിരിക്കെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ഉഹുദുൻ ജബൽ യുഹിബ്ബുനാ വ നുഹിബ്ബു. എന്താണ്? ഉഹദ് മല എന്നുള്ളത് നാം ഇഷ്ടപ്പെടുന്ന മലയാകുന്നു, അതുപോലെ തന്നെ നമ്മളെയും ഇഷ്ടപ്പെടുന്ന മലയാകുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുമാത്രമല്ല സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മറ്റൊരു ഹദീസിൽ കാണാം, മക്കയിൽ ഉണ്ടായിരുന്ന ഒരു കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കല്ല് സലാം പറയാറുണ്ടായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത്, ജീവനില്ലാത്ത സാധനങ്ങൾ പോലും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര കണ്ട്, ജീവനുള്ള നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങൾ ഇത് നമുക്ക് അറിയിച്ചു തരുന്നത്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കണക്കും, അത് എത്ര ആളുകൾ ഏതൊക്കെ സാധനങ്ങൾ പറയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ ജീവനില്ലാത്ത വസ്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇത്ര കണ്ട് ദിക്റുകൾ അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കാണാം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹവും നമ്മളെപ്പോലെ മനുഷ്യനാണ്, നമ്മളെക്കാൾ തിരക്കുള്ളയാളാണ്. നമുക്ക് എത്ര ഒഴിവ് സമയമുണ്ട് നോക്കണം. അദ്ദേഹത്തെ പറ്റി ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട്. അഥവാ അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ
ബാത്റൂമിലേക്ക് പോകുമ്പോൾ അറബികൾ ഉപയോഗിക്കുന്ന ഷിമാഗുണ്ട്, അഥവാ തട്ടം. അത് വായിലേക്ക് ഉന്തിക്കൊണ്ടാണ് പോവുക എന്നാണ്. സുബ്ഹാനല്ലാഹ്, വായിലേക്ക് തിരികെ കയറ്റുമെന്നാണ്. എന്താണ് കാരണം? അദ്ദേഹം ആ ബാത്റൂമിൽ നിന്ന് പോലും അള്ളാഹുവിനെ ദിക്ർ ചെയ്തു പോകുമെന്ന് ഭയന്നുകൊണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹിഷാം അത്താഹിരി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളക്ക് ശേഷവും 4 or 5 തസ്ബീഹുകൾ ചൊല്ലുന്നുണ്ട് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യനാണത്. നമ്മൾ എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഇത് അറിയിക്കുന്നത്. അതുമാത്രമല്ല, ചില വീഡിയോസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഷെയ്ഖ് റഹിമഹുല്ലയെ വിളിച്ചുകൊണ്ട് ചില സംശയങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അതിനിടയിൽ ആ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുമ്പോഴും ഷെയ്ഖ് റഹിമഹുല്ല തസ്ബീഹ് ചെല്ലുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് തന്നെ പോയി നോക്കിയാൽ യൂട്യൂബിലുണ്ട് ആ വീഡിയോ. ഷെയ്ഖിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ സമയത്ത് പോലും ഷെയ്ഖ് റഹിമഹുല്ല എന്ത് ചെയ്യുകയാണ്? തസ്ബീഹ് ചൊല്ലുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം അഥവാ ഭൂലോകത്തുള്ള ഏത് സൃഷ്ടികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അദ്കാറിൽ അല്ലെങ്കിൽ തസ്ബീഹ് തഹ്മീദ് പറയുന്നുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും എത്ര കണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ് ഷെയ്ഖ് റഹിമഹുല്ല നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ ചരിത്രവും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കെല്ലാവർക്കും അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവോട് ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക, അല്ലേ? ലഇൻ ശകർത്തും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ എന്താണ്? അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മാത്രം മതി, അല്ലേ? പൊതുവേ ഒരു മഖ്ലൂക്കിന്, ഒരു സൃഷ്ടിക്ക് തിരിച്ച് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ശാരീരികമായി ചെയ്തു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സാമ്പത്തികമായി ചെയ്യേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊന്നും വേണ്ട. നമ്മുടെ ഈ എളുപ്പത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഈ അവയവം കൊണ്ട് അൽഹംദുലില്ലാ എന്ന വാക്ക് അത് പറയൽ മാത്രം, അല്ലെങ്കിൽ അതുപോലുള്ള മനോഹരമായ അദ്കാറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് നന്ദിയുള്ളൊരു അടിമയായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിലേക്ക് കടക്കുകയാണ്. അഥവാ അവിടുന്ന് പറയുകയാണ്, തനസ്സഹ അൻ നിദ്ദിൻ വകുഫ്ഇൻ മുമാസിലിൻ വഅൻ വസ്ഫി ദിൻ നുഖ്സാനി ജല്ലൽ മുവഹ്ഹദു. തനസ്സഹ അഥവാ ഒഴിവാക്കി പറയുകയാണ്, അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുകയാണ്. അൻ നിദ്ദിൻ വകുഫ്ഇൻ മുമാസിലിൻ, അള്ളാഹുവിന് സമന്മാരോ അല്ലെങ്കിൽ അവനെ പോലെയോ അതുപോലെ തന്നെ അവനോട് സമമായതോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നാം പരിശുദ്ധപ്പെടുത്തുന്നു. വഅൻ വസ്ഫിദിൻ നുഖ്സാനി ജല്ലൽ മുവഹ്ഹദു, അതുപോലെ തന്നെ ന്യൂനതയുള്ള കുറവുകളുള്ള എല്ലാവിധ നാമങ്ങളിൽ നിന്നും അള്ളാഹുവെ നമ്മൾ ഏകനാക്കുന്നു, അഥവാ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇത് മുൻകഴിഞ്ഞ വരിയെ വിശദീകരിക്കണമെന്ന നിലക്കാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. അഥവാ എന്താണ് ഹംദ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ പറയണം, ഇനി എന്താണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. ഉദാഹരണം, തസ്ബീഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് തസ്ബീഹ് കൊണ്ടുള്ള ഉദ്ദേശം? ഈ വരിയിലൂടെ തസ്ബീഹിനെ വിശദീകരിക്കുകയാണ് ഷെയ്ഖ് റഹിമഹുല്ല ചെയ്യുന്നത്. എന്താണ്? തൻസീഹുഹു വ തഖ്ദീസുഹു വ തബ്രിഅതുഹു മിമ്മാ ലാ യലീഖു ബിജലാലിഹി. എന്താണ്? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്, അവനെ അങ്ങേയറ്റം പരിശുദ്ധപ്പെടുത്തലാണ് അവന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന്. ഇതിനാണ് തസ്ബീഹ് എന്ന് പറയുക. ഈ ഒരു കാര്യത്തിനാണ് തസ്ബീഹ് എന്ന് പറയുക. അള്ളാഹുവിന് യോജിക്കാത്ത ന്യൂനതകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവെ എന്താണ് അള്ളാഹുവിനില്ല എന്ന് പറയുകയും അവനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് തസ്ബീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവനൊരു പകരക്കാരനെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹു പറയുകയാണ്, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വ അൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പകരക്കാരനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവനെപ്പോലെ അവന് സമമായി ആരുമില്ല എന്നറിഞ്ഞിട്ടും അവന് സമന വെച്ചു കൊടുക്കരുത് എന്നാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. വഅൻതും തഅലമൂൻ, അവനെ പോലെ ഒരാളുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും അവന് സമമായി ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇല്ല എങ്കിൽ പകരം വെച്ച് കൊടുക്കാൻ പാടില്ല. അത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ലവനായാലും അതുപോലെ തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വമായാലും അള്ളാഹുവിന് സമപ്പെടുത്താനും പാടില്ല. ഒരു മലക്കിനെയും വിളിക്കരുത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരു മലായികത്തിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ, ഒരേ ഒരു പ്രയാസം വന്നാൽ ഇന്ന് മലക്കിനോട് ചോദിക്കാം എന്ന് നമ്മൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. അതും നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച ഏതെങ്കിലും ഒരു വിപത്ത്, അതുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ആരാധനയിൽ അള്ളാഹുവിന് സമനായി ഒരാളെ നമ്മൾ കാണാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ ചുരുക്കി പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ല. അള്ളാഹുവിന് പ്രത്യേകമായ കാര്യം അത് മറ്റൊരു മഖ്ലൂഖിനും നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല. അത് എത്ര ചെറിയ കാര്യമായാലും അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന് നമ്മൾ സമനെ നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള അർത്ഥം. അതുകൊണ്ടല്ല സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഉദ്ദേശിക്കാനുള്ള കഴിവില്ലേ? ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും ഉദ്ദേശിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതൊരുപോലെയാണ് എന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹു തന്നെ പറഞ്ഞ കാര്യമാണ്, വമാ തശാഊന ഇല്ല അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവരുദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ സൃഷ്ടികൾക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല എന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെ അള്ളാഹുവിനും മശീഅത്തുണ്ട്, അതുപോലെ തന്നെ സൃഷ്ടികൾക്കും എന്തുണ്ട്? മശീഅത്തുണ്ട്. പക്ഷേ അത് ഒരുപോലെയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. അതൊരുപോലെയാണ് എന്ന് നമ്മൾ പറയാനോ ചിന്തിക്കാനോ പോലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു സഹാബി അല്ലെങ്കിൽ ഒരാൾ വന്നുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, മാ ഷാ അല്ലാഹു വശിഇത. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് ഒരു സഹാബി വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി? അജഅൽതനി ലില്ലാഹി ഇദ്ല. നീ അള്ളാഹുവിന് എന്നെ സമനാക്കുകയാണോ? മറ്റൊരു റിവായത്തിൽ വന്നതായി കാണാം നിദ്ദൻ. അള്ളാഹുവിന് നീ എന്നെ സമനാക്കുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, കുൽ മാ ഷാ അല്ലാഹു വഹ്ദ. നീ എന്ത് പറയണം? അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സംശയവുമില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മശീഅത്തില്ലേ? ഉണ്ട്. ആരും നിഷേധിക്കുന്ന കാര്യമല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിലക്കാനുള്ള കാരണം എന്താണ്? കാരണം സമപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒഴിവാക്കുകയാണ്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇവിടെ ഉപയോഗിച്ച എന്താണ്? മാഷാ അല്ലാഹു വ ശിഇത എന്നാണ്. ഈ വാവ് പൊതുവെ എന്തിനെ അറിയിക്കില്ല? തർത്തീബിനെ അറിയിക്കില്ല എന്നാണ്. അറബി ഭാഷ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാം. വാവ് എന്തിനെ അറിയിക്കില്ല? തർത്തീബിനെ അറിയിക്കില്ല. അഥവാ അള്ളാഹുവും പിന്നെ എന്നുള്ള ഒരു അർത്ഥം എന്ത് ചെയ്യില്ല? വാവിന് ലഭിക്കുകയില്ല. മറിച്ച് എന്താണ് പിന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ അറബിയിൽ ഉപയോഗിക്കുക? അഹ്സൻത്, സുമ്മ. മാഷാ അല്ലാഹ് സുമ്മ ശിഇത എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു അർത്ഥം കിട്ടുകയുള്ളൂ. ആ രൂപത്തിൽ ഉപയോഗിക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഏത് കാര്യങ്ങളും നമ്മൾ ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ ശ്രദ്ധിക്കണം. അല്ലേ? ചില ആളുകൾ പറയുന്നതായി നമ്മൾ കേൾക്കാറില്ല. ഉദാഹരണത്തിന് ഒരു രോഗം ബാധിച്ചയാൾ, അവർ പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താണ്? ഞാൻ പല ഡോക്ടറിനെയും കാണിച്ചു, പക്ഷെ ആ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ രോഗം മാറുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ആ ഡോക്ടറിന് മുഖേന എനിക്ക് മാറി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായ രൂപം. പക്ഷെ ചില ആളുകൾ ഈ രൂപത്തിൽ പറയുന്നതായി കാണാം. നമ്മൾ പ്രത്യേകം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവന് മാത്രം പ്രത്യേകമായതിൽ ഒന്നിനെയും നമ്മൾ സമപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക്
മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് യാ റസൂൽ അല്ലാഹ് അൽ വലദ് എന്ന് പറയുന്ന ആളുകളില്ലേ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ച ഈ തൗഹീദ് എന്നുള്ള അനുഗ്രഹം അൽഹംദുലില്ലാ അത് ചെറിയ കാര്യമല്ല. നോക്കൂ സഹോദരങ്ങളെ, ഈ തൗഹീദ് എന്നുള്ളത് അത് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഈ ദുനിയാവും അതിനുള്ളതിലും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ്. കാരണം ആലോചിച്ച് നോക്കൂ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിയാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അവനോട് മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാവിധ പരിഭവങ്ങളും പറയാനും ബോധിപ്പിക്കാനുമുള്ളത്. നേരെ മറിച്ച് ചിന്തിച്ച് നോക്കൂ, ഒരു മുവഹിദല്ലാത്ത ഒരുവന് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അവൻ ആദ്യം ഉണ്ടാകുന്ന പ്രയാസം എന്താ? ഞാനിനി ഇത് ആരോട് പറയണം? ഇന്ന വലിയനോടാണോ അല്ലെങ്കിൽ ഇന്ന ബീവിയോടാണോ എന്നുള്ള പ്രയാസത്തിലായിരിക്കും. അത് തീരുമാനമാകുന്നപ്പോഴേക്കും മറ്റുള്ള പ്രയാസങ്ങൾ അത് വലുതായിട്ടുണ്ടാകും. നോക്കൂ സഹോദരങ്ങൾ, തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിഅമത്തുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന ആളുകൾ മാത്രവുമല്ല സഹോദരങ്ങളെ, എത്രയോ പണം അത് ചിലവഴിച്ചുകൊണ്ട് ധാരാളം കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഇതിനാണ് അള്ളാഹുവിന് സമനായി ഒരാളെ കാണുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുന്നത്, അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആരോട് പറയണം? നമ്മുടെ നാട്ടിലുള്ള ചില വലിയകളോട് പറയണം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്നാലേ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തൂ എന്ന് പറയുന്ന ആളുകൾ, അതിനവർ ഉദാഹരിക്കുന്നതോ KSRTC ബസ്സും ബെൻസും. അഥവാ അള്ളാഹുവോട് നേരെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് KSRTC ബസ്സിൽ കയറിയതുപോലെയാണ്. അവിടെ നിർത്തി ഇവിടെ നിർത്തി ചെന്നെത്തുന്ന സമയത്തേക്ക് ഒരു പക്ഷേ അത് ധാരാളം സമയമാകും എന്ന് പറയുകയാണ്. എന്നാൽ വലിയകൾ മുഖേന അള്ളാഹുവോട് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസ് കാറിൽ കയറി പോകുന്ന പോലെയാണ് എന്ന് പറയുന്ന ആളുകൾ. വേറൊരുത്തം പറഞ്ഞെന്താണ്, കരണ്ട് എങ്ങനെയാണോ ഓരോ വീടുകളിലേക്ക് എത്തുന്നത് അതുപോലെ ഉപമയാണ് ഇതൊക്കെ. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുന്നില്ലേ, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇവരുടെ ഉപമകൾ നോക്കൂ. എന്നിട്ട് അവൻ പറയുകയാണ്, എന്താണ്? അള്ളാഹുവോട് നേരെ ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമർ ഇല്ലാതെ ഒരു വീട്ടിലേക്ക് കരണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതടിച്ചു പോകും. അതുപോലെയാണ് അള്ളാഹുവോട് നേരെ ചോദിച്ചു കഴിഞ്ഞാൽ. മറിച്ച് ട്രാൻസ്ഫോമർ ഉണ്ടായിക്കഴിഞ്ഞാലേ ഏതൊക്കെ രൂപത്തിലാണോ കരണ്ട് പോകേണ്ടത് അതുപോലെയാണ് വലിയനോട് ചോദിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആളുകൾ. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള പിഴച്ച വിശ്വാസങ്ങൾ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ ബാധ്യത മറന്നുപോകാൻ പാടില്ല. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ അത് ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ അതിയായി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സകലരുടെയും ദുആ കേൾക്കുന്നവനാണ്. അത് ഏത് ഭാഷയിലായി കഴിഞ്ഞാലും, ഒരാളുടെ ദുആ മറ്റൊരാളുടെ ദുആയുമായി കൂടിക്കലർന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനതൊരു പ്രയാസമുള്ള കാര്യമല്ല. ലൈസ കമിസ്ലിഹി ശൈഉ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവെ പോലെ ഒന്നും തന്നെ ഇല്ല, അവനെപ്പോലെ സദൃശ്യമുള്ള ഒരു കാര്യവുമില്ല. അവൻ സമീഉം ബസീറുമാകുന്നു എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അവന് പകരക്കാരനില്ല എന്ന് നിഷേധിക്കലാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അഥവാ അവനെപ്പോലെ യാതൊന്നും തന്നെ പകരക്കാരനായില്ല എന്ന് നിഷേധിക്കലാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത വരിയിൽ പറയുന്ന കാര്യം എന്തെന്നാൽ, അവിടുന്ന് പറയുകയാണ്, വനുസ്ബിതു അഖ്ബാറ സിഫാതി ജമീഅഹ വനബ്റഉ മിൻ തഅവീലി മൻ കാന യജ്ഹദു. എന്താണ് വനുസ്ബിതു? നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു അഖ്ബാറ സിഫാത്തി, സിഫാത്തിൻ്റെ വിഷയത്തിൽ വന്ന ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും നമ്മൾ എന്ത് ചെയ്യുകയാണ്?
സ്ഥിരപ്പെടുത്തുകയാണ്. ജമീഅഹ എല്ലാം തന്നെ, അഥവാ അഖ്ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് വിശദീകരിക്കാം. ആ വിഷയത്തിൽ വന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്ഥിരപ്പെടുത്തുകയാണ്. വനബ്റഉ മിൻ തഅ്വീലി മൻ കാന യജ്ഹദു, അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ അർത്ഥത്തെ മാറ്റിവിടുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയും ചെയ്യുന്നു എന്ന് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുകയാണ്. അർത്ഥം വ്യക്തമല്ലേ? അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു, അതുപോലെ തന്നെ അതിനെ വിശദീകരിച്ച് മോശമായ തലത്തിലേക്ക് മാറ്റുന്നതിൽ നിന്നും നമ്മൾ ഒഴിവാകുകയും ചെയ്യുന്നു എന്ന് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെയും ഷെയ്ഖ് റഹിമഹുല്ലയുടെ അറിവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണത്? എന്താണ് സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറയുന്നത് ഷെയ്ഖ്? നുസ്ബിത്തു സിഫാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? പരിപൂർണമാണ്. എന്താണ് അർത്ഥം? നമ്മൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഷെയ്ഖ് അവിടെ നുസ്ബിത്തു അഖ്ബാറ സിഫാത്ത് എന്ന് പറയുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു ഫായിദ എന്ന നിലക്കാണ് ഇവിടെ ഈ രൂപത്തിൽ ഷെയ്ഖ് പറയാൻ കാരണം വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടത് ഏതവസ്ഥയിലായിരിക്കണം? തൗഖീഫിയെ ആയിരിക്കണം. എന്താണ് തൗഖീഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കാം. അതുകൊണ്ടാണ് അഖ്ബാറ സിഫാത്ത് എന്ന് പറഞ്ഞത്. നോക്കൂ, അഥവാ നമുക്ക് തോന്നിയതുപോലെ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? വിശേഷണങ്ങൾ വെച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ഹവക്കനുസരിച്ച് അള്ളാഹു ഇങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലേ? ചില ആളുകൾ പറയുന്നതായി കാണാം, അള്ളാഹുവിന് ഇല്ലാത്ത വിശേഷണങ്ങൾ അവർക്ക് തോന്നിയ നല്ല മലയാള അർത്ഥമായിരിക്കാം, പക്ഷേ അള്ളാഹുവിന് അങ്ങനെ ഒരു നാമമോ അല്ലെങ്കിൽ വിശേഷണമോ ഉണ്ടായിരിക്കുകയില്ല. പറയുന്ന കാര്യം എന്താണ്? നല്ലത് തന്നെയാണ്. പക്ഷേ അള്ളാഹുവോ അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അഖ്ബാർ എന്ന്. അഥവാ ഈ സിഫാത്തുകൾ, അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവന് വിശേഷിപ്പിച്ച കാര്യം നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവെ പറ്റി നമുക്ക് പറഞ്ഞു തന്ന കാര്യം അതുപോലെ വിശ്വസിക്കണം. ഇതിനാണ് എന്ത് പറയുക? തൗഖീഫിയത്തുൻ. അഥവാ ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ നമ്മൾ സ്ഥിരീകരിക്കേണ്ടത് എന്നർത്ഥം. ഇതിനാണ് തൗഖീഫിയ എന്ന് പറയുന്നത്. ഖുർആനിലും സുന്നത്തിലും വന്ന വിശേഷണം അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുക. ആദ്യം കഴിഞ്ഞ വരിയിൽ ഷെയ്ഖ് നിഷേധിക്കലിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിനുണ്ടാകേണ്ട കാര്യം സ്ഥിരപ്പെടുത്തിയാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? നിഷേധിച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം. ഇവിടെ എന്താണ് പറയുന്നത്? അള്ളാഹുവിന് ഉണ്ടാകേണ്ട കാര്യം സ്ഥിരപ്പെടുത്തി പറയുകയാണ്. ഏതുപോലെ? ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്ന് പോലെ. ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലക്ക് എത്ര റുക്നാണുള്ളത്? 2. ഏതൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്ൻ അയ്യോ അഹ്സൻ, നിഷേധിക്കലും സ്ഥിരീകരിക്കലും. അറബിയിൽ എന്തു പറയും? ഇസ്ബാത്തും നഫിയും. അതേ രൂപത്തിലാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ ഈ വരികൾ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, അള്ളാഹുവിനെ എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല അവന് തന്നെ വിശേഷിപ്പിച്ച കാര്യവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച കാര്യവും പറയുകയാണ്. അതാണ് ഇനി അടുത്ത വരികളിൽ വരാനുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവെ പറ്റി പറയുകയാണ്, ഇന്നല്ലാഹ ജമീലുൻ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു ജമീലാണെന്ന് വിശ്വസിക്കണം. അത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂർ റഹീമുമാണെന്ന്. അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു, അത് നമ്മൾ വിശ്വസിക്കണം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ഇതാണ് മൂന്നാമത്തെ. നമ്മൾ പറഞ്ഞിരുന്നു തൗഹീദ് 3 ഇനമാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ഏതാണ്? റുബൂബിയ. അഹ്സൻ, തൗഹീദുർ റുബൂബിയ. രണ്ടാമത്തേത് ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയ. മൂന്നാമത്തേതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് നിലകൊള്ളുന്നത് 2 കാര്യത്തിന്മേലാണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ബാത്താണ്, സ്ഥിരപ്പെടുത്തൽ. രണ്ടാമത്തേതോ തൻസീഹാണ്, നിഷേധിക്കൽ. അഥവാ അള്ളാഹുവിനെ എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തലാണ്. അഥവാ അള്ളാഹുവിന് കുറവുകളും ന്യൂനതകളും ഇല്ല എന്ന്
നിഷേധിക്കലാണ്. ഈ രണ്ട് കാര്യമാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് കക്ഷികളും ഈ വിഷയത്തിൽ പിഴച്ചു പോകാനുള്ള കാരണം ഏതെങ്കിലും ഒന്ന് മാത്രം നിലനിർത്തിയത് കൊണ്ടാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിലനിർത്തിയത് കൊണ്ടാണ് ഏത് കക്ഷികളും പിഴക്കാനുള്ള കാരണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, അർ റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അർശിന് മുകളിൽ ആരോഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയുകയാണ്, അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സൃഷ്ടികളുടെ പോലെ ആയിപ്പോകും എന്ന് പറയുകയാണ്. ചില ആളുകൾ പറയുകയാണ്. ശരി തന്നെ, അവരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമാണ്, സൃഷ്ടികളെ പോലെ ആയിപ്പോകുമെന്ന് അവർ പറയുകയാണ്. പക്ഷേ ഒരിക്കലും എന്തല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പോലെയല്ല. അവർ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ ആരോഹനാകുന്നത് പോലെയാണ് എന്നാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റുള്ള അർത്ഥങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു? മാറ്റിവിടുകയാണ്. ആദ്യം സദൃശ്യപ്പെടുത്തി, പിന്നീട് എന്ത് ചെയ്യുകയാണ്? വ്യാഖ്യാനിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പരിശുദ്ധപ്പെടുത്താതെ അഥവാ അള്ളാഹുവിന് നിദ്ദില്ല എന്ന് നിഷേധിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റൂ? സ്ഥിരപ്പെടുത്താൻ സാധിക്കുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് നിഷേധിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പിന്നീട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ പറ്റൂ. എങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഓരോന്നിനെ സദൃശ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നോക്കൂ സഹോദരങ്ങളെ. ഷെയ്ഖ് റഹിമഹുള്ളയുടെ ആ ഒരു ഫിഖ് ആദ്യം നിഷേധിക്കലിനെ പറ്റി പറഞ്ഞുകൊണ്ട് പിന്നീട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ഷെയ്ഖ് റഹിമഹുള്ള പറയുകയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാം സഹോദരങ്ങളെ. നമ്മളുടെ സൃഷ്ടികളിൽ തന്നെ നമ്മുടെ കൈയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കൈയും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. സൃഷ്ടികളിൽ തന്നെ എന്തുണ്ട്? അവയവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പേരുകൾക്കും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ്, ക്ലോക്കിൻ്റെ സൂചി എന്ന് പറയും അല്ലേ? ക്ലോക്കിൻ്റെ സൂചി എന്ന് നമ്മൾ പറയും. അതേ സൂചിയാണോ നമ്മൾ ടൈലർ മെഷീനിന് ഉപയോഗിക്കുന്ന സൂചിയുടെ രൂപം? നാമത്തിൽ ഒരുപോലെയാണെങ്കിലും അതിൻ്റെ അവസ്ഥ എന്താണ്? രണ്ടും വ്യത്യസ്തമാണ്. ഇനി അതേ സൂചിയെ പോലെയാണോ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് പല മരുന്നുകളും കയറ്റാൻ ഉപയോഗിക്കുന്ന സൂചി? തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചിന്തിക്കുന്നത് എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരുടേത് പോലെ ആയിപ്പോകുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞത് ആദ്യം നിഷേധമുണ്ടാകണം. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ ആയത്തിലും പറയുന്നത്. എന്ത്? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നും തന്നെ ഇല്ല. ഇതെന്താണ്? തൻസീഹാണ്, അഥവാ പരിശുദ്ധപ്പെടുത്തലാണ്. അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബാക്കിയുള്ളതിനെയൊക്കെ നിഷേധിക്കുകയാണ്. പിന്നീട് എന്താണ് പറയുന്നത്? വഹുവസ് സമീഉൽ ബസീർ, അവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ്. ഇതെന്താണ്? സ്ഥിരപ്പെടുത്തലാണ്. അവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതോടുകൂടി പിന്നീട് അവിടെ എന്ത് ചെയ്യുകയാണ്? സ്ഥിരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാഖ്യാനിക്കാനോ അതിന് ഇന്ന അർത്ഥമാണ് ഉള്ളത് എന്ന് പറയാനോ പാടില്ല. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക. അല്ല, അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടില്ലേ? യദുല്ലാഹി എന്താണ്? യഹൂദികൾ പറഞ്ഞെന്തോ? യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ എന്താണ്? കെട്ടപ്പെട്ടതാണ് എന്നവർ പറഞ്ഞു. അവരത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ട് എന്ന് യഹൂദികൾക്ക് അറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ എന്ത് ചെയ്യുകയാണ്? ഇതാ വഹാബികൾ അള്ളാഹുവിന് കരമുണ്ട് എന്ന് പറയുകയാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന് കാലുണ്ട് അല്ലെങ്കിൽ സാക്കുണ്ട് എന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യുകയാണ്? ഈ രൂപത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ ഒരിക്കലും എന്തല്ല, അഹ്ലുസുന്ന വൽ ജമാഅ ഒരിക്കലും സൃഷ്ടികളെ പോലെയാണ് അള്ളാഹു എന്ന് ഒരിക്കലും പറയുന്നില്ല. ഏറ്റവും സലീമായ അഖീദയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടേത്. അതാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. അഥവാ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തിൻ്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? അള്ളാഹു അവനുണ്ട്, അവന് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയെന്ന് അതുപോലെ അഹ്ലുസുന്ന എന്ത് ചെയ്യും? വിശ്വസിക്കും. പക്ഷേ അത് ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ് എന്ന് പറയുമോ? ഇല്ല. അതാണ് കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ച ആ വാക്കുണ്ടല്ലോ, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് എന്താണത്? അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചില്ലേ, കൈഫ ഇസ്തവ,
അപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? ഇസ്തിവ എന്നുള്ളത് എന്താണ്? അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു അതെങ്ങനെയെന്നുള്ളതോ നമുക്കറിയില്ല. പക്ഷേ അൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളതോ അത് ബിദ്അത്താണ്. ഇതുപോലെ തന്നെയാണ് ഏത് വിശേഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുണ്ട് എന്ന് വിശ്വസിക്കും. അതിൻ്റെ രൂപമോ നമുക്കറിയില്ല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അങ്ങനെയായിരിക്കണം അഹ്ലു സുന്നയുടെ വിശ്വാസം. ഇനി അതിനെക്കുറിച്ച് ചോദിക്കലോ അതെന്താണ്? ബിദ്അത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ കാര്യത്തിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. വഹാദാ വല്ലാഹു തആല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.